നമഃശിവ. മന്ത്രസിദ്ധിതന്ത്രം മലയാള മാതൃകൽപ്പത്തിൽ 669 പേജ് 151 മഹാ ഒട്ടുമന്ത്രം. ഓം അംബാലേ ബാലേ, ബാലത്തിരിയെന്നും വിഷ്ണുത്തിരിയെന്നൊരു കാക, ബാലദേവിയെന്നും കരിങ്കാളിയെന്നും രണ്ട് ദേവത കൂടി. കരിങ്കാളി കറുകറുത്ത മിഴി ഓം എന്നൊരക്ഷരം എഴുതി അതിലിരുന്നൊരു കാലം. അമരദേവന്മാരുടെ ഗന്ധർവന്മാരും ബാലദേവിയെ മോഹിച്ച മോഹം എത്താത്ത താമരപ്പൊയ്കയിലിരുന്ന നാളിൽ ബാലാദേവിക്ക് ഗന്ധർവ പീഡയൊട്ടി, ദേഹിയൊട്ടി, ദേവേന്ദ്രനൊട്ടി. കരിങ്കാളിയായവളെ, എൻ്റെ ഹൃദയത്തിലിരിപ്പവളെ, ഞാൻ സേവിച്ചൊരു മന്ത്രത്തൂടെ വശമായി വിളങ്ങുന്നവളെ, നാളിൽ നമുക്ക് നാൽമുഖമിഴിയാളെ മിഴമിഴ മിഴിച്ചു നോക്കുന്നേരം മല കുലുങ്ങി, പർവ്വതം കുലുങ്ങി, ഭൂമി കുലുങ്ങി, ഭുവനം കുലുങ്ങി, ഈരേഴ് 14 ലോകം ഒന്നായി കുലുങ്ങി. ഈരേഴു 14 ഉലകും ഒന്നിച്ചൊട്ടിയാരെ പോലെ അടിയൊട്ടുക, അരയൊട്ടുക, മുലയൊട്ടുക, മുടിയൊട്ടുക, മുഖം ഒട്ടുക, 9 ചേർന്ന് ശരീരം ഒട്ടുക, ഞാൻ കരുതിയവരും ഒട്ടുക, ഞാൻ ഗുരുവിനാണേ സ്വഹ. 152 തുമ്മിക്കൊണ്ടിരിക്കുക. ആനത്തിപ്പലി ചൂർണം, കണ്ടക്കായും വേരിൽ ചൂർണം സമമായി എടുത്ത് പിടിച്ച് ജനങ്ങൾ കൂടി നിൽക്കുന്ന ഇടത്ത് കാറ്റിനനുസരിച്ച് വിതറിയ എല്ലാ മനുഷ്യരും തുമ്മിക്കൊണ്ടിരിക്കും. 153 വ്യാധിമാർ. മാൻകൊമ്പ് ഫലം 1, ആമത്തോട് ഫലം 1, ശിലാജിത്ത് ഫലം 1. ഇവ മൂന്നും കൂട്ടി ഭസ്മമാക്കിയെടുത്ത് പശുവെണ്ണയിൽ ചാലിച്ച് അരിപ്രമാണം കുട്ടികൾക്ക് കൊടുത്താൽ സാധാരണ രോഗങ്ങളെല്ലാം മാറും. കൈ കണ്ടത്. 154 സർവ്വ ഉച്ചാരണ കർമ്മങ്ങളിൽ ഉപയോഗിക്കാനും ഒഴിഞ്ഞിടാനും. അശ്വതി നക്ഷത്ര ജാതസ്യ രാമനാമധേയസ്യ ശരീരം പാലയ പാലയ ആത്മാനാം രക്ഷ രക്ഷ തസ്യ ശരീരേ വർത്തമാന വർത്തിഷ്യമാന സകലവിധ ക്ഷുദ്രഭൂത പ്രേത പിശാച രോഗാദ്യനിഷ്ടഗ്രഹാൻ ഉച്ചാടയോച്ചാടയ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധ ക്ഷുദ്ര കൈവിഷ ചൂർണാഭിചാര കൃത്യോപദ്രവാൻ സംഹര സംഹര ഉച്ചാടയോച്ചാടയ പരിപൂർണ ആരോഗ്യം ദാവയ ദാവയ സർവരക്ഷാം ഗുരു. ഇത് സാധ്യനാമന്ത്രം. 155 വിസർപ്പത്തിന് മന്ത്രം. വാസുകി വലതുഭാഗത്ത് തോന്നപ്പെട്ടും ചെങ്കരപ്പൻ ഗുരു എന്നിങ്ങനെ 4448 ചെങ്കരപ്പൻ ഗുരുവുണ്ട്. അതിൻ്റെ ഇല കരിഞ്ഞ്, തല കരിഞ്ഞ്, അകം ഉണങ്ങി, അകം വരണ്ട്, പുറം ഉണങ്ങി, പുറം വരണ്ട് പോകാം. സ്വാമ്യൻ ഗുരുവാണേ സ്വഹ. മാഹാസാർ. 156 ജിന്നിനെ വശീകരിക്കാൻ മന്ത്രം. ഓം ഹ്രീം ഹൗ ഇമാമുപ്പാപ്പ ജിന്നന്മാർ വശി മമ്മ വശി വശി സ്വഹ. പേര് മാറ്റിയ ജിന്നിനെയും സ്വായത്തമാക്കാം. ജനാർദ്ദനക്കുറിപ്പ്. ജ്യോതിഷം കൊണ്ട് ഒഴിവ് നോക്കണം. ഈ നമ്മളുണ്ടാക്കിയ മന്ത്രം കൊണ്ട് ഈ ജിന്നിൻ്റെ വശീകരണം സാധ്യമാകുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമഃശിവായ എന്ന് ഇത്രയും മതി. നാളെ പൂജാവിധി എന്നുള്ള ഭാഗം സെറ്റ് കിടക്കാം. നമഃശിവായ.